കട്ടപ്പനയ്ക്കടുത്ത് മുളകരവണം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആളാണ്. അപ്പം ഇതുപോലെ എനിക്ക് നട്ടലിൽ ഇതുപോലെ തെന്നി വീണിട്ട് നട്ടൽ ഡിസ്കെല്ലാം തെന്നി മാറിയായിരുന്നു. അപ്പം ഒരു 5 വർഷത്തിന് മുമ്പ് എൻ്റെ പെടലിയൊന്ന് തെന്നിപ്പോയിട്ട് ഞാൻ ഹരിതാശ്രമം ആശുപത്രിയിൽ പോയി ഓപ്പറേഷൻ ചെയ്തിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വീണ്ടും തെന്നി വീണിട്ട് കാലിങ്ങനെ ഇടറിപ്പോയായിരുന്നു. അപ്പോൾ ഇടറിപ്പോൾ എൻ്റെ നട്ടലെല്ലാം വീണ്ടും പഴയ പോലെ ഈ മണ്ട ഓപ്പറേഷൻ ചെയ്തതിൻ്റെ പേരിലായിരിക്കാം താഴോട്ട് വീണ്ടും ഇതുപോലെ തന്നെ നട്ടലിൽ മൊത്തം തെന്നിപ്പോയി. അപ്പം ഡിസ്കിനും കംപ്ലൈൻറ്റ്. അപ്പം അത് ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടർമാർക്കും ഒരു പേടിയുണ്ട്. ചില മണ്ട ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് താഴോട്ട് വീണ്ടും അതൊരു വിഷയമാണ്. വീണ്ടും ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് അത് സക്സസ് അല്ല എന്നുള്ള രീതിയിലായിരുന്നു. എന്നാണെങ്കിലും ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞു. കട്ടപ്പന ഇങ്ങനെ ഒരു ചികിത്സാ രീതിയുണ്ട്. ഹബാമ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ബ്ലഡ് കുത്തിക്കളഞ്ഞിട്ട് തിരുമ്പി റെഡിയാക്കും നട്ടൽ കറക്കാമെന്ന് പറഞ്ഞ് വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. എന്തായാലും ഞാൻ അവിടെ ചെന്നു. നമ്മുടെ സുഹൃത്തിൻ്റെ റെക്കമെൻഡിലാണ് പോയത്. അത്ര വിശ്വാസത്തിലല്ലേ എന്നാലും അവിടെ ചെന്ന് സംഭവം ഒരു 9-10 ആയിട്ടും വലിയ മാറ്റം തോന്നിയില്ല. അപ്പം ഞാൻ നിർത്തിയേക്കാന്ന് പറഞ്ഞ കാഴ്ചപ്പാടിയൊക്കെ സുഹൃത്ത് പറഞ്ഞു കുഴപ്പമില്ല, പൈസ അങ്ങനെ ആണെങ്കിൽ ഞാൻ തരാം എന്നുള്ള രീതിയിൽ പുള്ളി സംസാരിച്ചു. മാറും ഉറപ്പാണ്. ഞാനിപ്പം വേണ്ടൊരു 12 ആയപ്പോഴത്തേനും എനിക്ക് രോഗങ്ങളെല്ലാം സംഗതി ആ ഡിസ്കെല്ലാം കറക്റ്റായി. നട്ടലിൻ്റെ അടിവശത്തുള്ള ഒരു വിഷയം ഉണ്ടായിരുന്നു. ഒരു ഡിസ്ക് അത് തെന്നിപ്പോയിട്ട് കാല് ഇടറിപ്പോയായിരുന്നു. അപ്പം ഈ അല്ലാത്ത രീതിയിൽ പല ചികിത്സാ രീതിയും ഉണ്ടല്ലോ. അപ്പം എന്നാണ് ഇവിടെ ചെന്നപ്പം ദേഹത്തെ എണ്ണ തേക്കുന്നൊന്നുമില്ല, ചുമ്മാ കൈ കൊണ്ട് പുള്ളി പിടിച്ചു വിടുന്നുള്ളൂ. പക്ഷേ സംഗതി സക്സസ്സായി, ഭയങ്കര സക്സസ്സായി, പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഓപ്പറേഷൻ്റെ രീതിക്ക് പോയാൽ അന്നൊരു വൻതുകയാണ് അവർ പറഞ്ഞത്. ഓപ്പറേഷൻ്റെ രീതിക്ക് പോയാൽ 3-4 ലക്ഷം രൂപ. വിജയമാണെന്ന് ഉറപ്പില്ല. ഇതിപ്പോൾ എനിക്ക് ഉറപ്പില്ല. നേരത്തെ എങ്ങനെയാണ് നടന്നത് അതുപോലെ തന്നെ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങളും മാറി. ഞാനിപ്പോൾ ഒരു 17 പ്രാവശ്യം പോയി. 13-14 ആയപ്പോഴത്തേനും പ്രശ്നം മൊത്തം തീർന്നായിരുന്നു. പിന്നെ ഒരു 2-3 പ്രാവശ്യം കൂടെ മുന്നോട്ട് പോയി. ഇനി 10 ദിവസം വീട്ടിൽ കിടക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്, സാറ് പറഞ്ഞേക്കുന്നത്. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. അസുഖങ്ങൾ തീർത്ത് മാറുകയും ചെയ്തു. ആ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് മാറി. ഇനി 20 ദിവസത്തെ കടന്നില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും 10 ദിവസം കിടക്കണം. കടന്നില്ലേ വീണ്ടും ഉണ്ടാകും എന്നൊരു പേടി പുള്ളി അങ്ങനെ മനസ്സിനോട് പറഞ്ഞാൽ വിട്ടേക്കുന്നത്. എന്നതാണെങ്കിലും നിസ്സാര പൈസ മുടക്കേ ആയുള്ളൂ. മൊത്തത്തിൽ കണക്കൂട്ട് കഴിയുമ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ 10-1 കാശ് പോലും ആയില്ല. അതുപോലെ ലൈഫ് ക്ലിയർ ആകുകയും ചെയ്തു. ഓപ്പറേഷൻ സക്സസ് ആയില്ലെങ്കിൽ എന്തായിരിക്കും എൻ്റെ ഭാവി എന്ന് നമുക്ക് ആലോചിക്കാമല്ലോ. അതുകൊണ്ട് നല്ല സക്സസ് ആയി കേട്ടോ. മറ്റുള്ളവർക്ക് ഇത് കാണുന്നവർക്ക് വേറെ ആൾ കാണുന്നത് ചെയ്ത് നോക്കിയാൽ അറിയാം. ഉറപ്പായിട്ടും ഇത് കാര്യം ശരിയാണ്. ഒരു തിരുമ്പ് പോലത്തെ രീതിയൊന്നുമില്ല. നട്ടലിൽ പിടിച്ച് കറക്റ്റാക്കി വിടുന്നു. ഉറപ്പാണ് സംഗതി. ഒരു 70%, 90-99% വിജയിക്കും. എനിക്ക് നല്ല വിജയിച്ചു. എനിക്കതേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് ആ സന്തോഷം മനസ്സിലുമുണ്ട്. പുള്ളിയോടൊന്നും എനിക്കൊരു കടപ്പാടുമുണ്ട്. എന്നുവെച്ചാൽ ലൈഫ് ക്ലിയറാക്കി തന്നില്ലേ. നാട്ടിൽ വെടലി ഓപ്പറേഷൻ ചെയ്തെന്നു, താഴെ ഓപ്പറേഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ്. അദ്ദേഹത്തോട് ഞാൻ അത് പറഞ്ഞില്ല. എന്നാലും ഹൃദയത്തിന് പുള്ളിയോട് ഇന്നൊരു നന്ദിയുണ്ട്. പണത്തിനേക്കാളും ഇപ്പോൾ അവരില്ലേ എനിക്കൊരു 30,000 രൂപ അടുത്തായി കാണും. ശരിക്കും പറഞ്ഞാൽ 12 പ്രാവശ്യം പോയാൽ മതിയായിരുന്നു. 12 കണക്ക്. പക്ഷേ 12 എന്ന് പറഞ്ഞാഴ്ച മുന്നോട്ട് പോയി. 18-ാമത്തെ പ്രാവശ്യം 18 പോയിന്നൊന്നും പോകേണ്ട കാര്യം യഥാർത്ഥം ഇല്ലായിരുന്നു. എന്നാലും നമുക്കൊരു എല്ലാം ക്ലിയർ ആയപ്പോൾ ഒരു സന്തോഷം. മനസ്സിലായില്ലേ. അങ്ങനെ ഒന്നുകൂടെ ഞാൻ പുള്ളിയുടെ അടുത്ത് പോയി. അതെല്ലാം പുള്ളി ക്ലിയറാക്കി, ഇനി വരണ്ട എന്ന് തീർത്തിട്ട് പറഞ്ഞു വിട്ടു. അപ്പം അതുകൊണ്ടാണ് ഇത് ക്ലിപ്പ് ചെയ്യുന്നത്. അടുത്ത ആൾക്കും ഇത് മറ്റുള്ളവർക്കും പ്രയോജനം ചെയ്യട്ടെ. വന്നു കഴിഞ്ഞാൽ കൊടുക്കുന്ന പൈസ ഒരിക്കലും നഷ്ടം വരത്തില്ല. സത്യമാണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. നട്ടലിൻ്റെ ഇങ്ങനെ തെന്നി പോവോ, ഡിസ്ക് തള്ളി പോവോ, മറ്റ് പ്രശ്നങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ കാണും നമുക്ക് നിസ്സാരമായിട്ട് തോന്നും. പക്ഷേ ഒരു 7-8 കഴിഞ്ഞാൽ സംഗതി സക്സസ് ആകും. 8 വരെ നമുക്ക് അടുത്തടുത്ത് പോയേക്കാം. ഞാനും ചിന്തിച്ചിട്ടുണ്ട്. ഞാനും പലപ്പോഴും ചിന്തിച്ചാണ്. ഞാൻ കൂട്ടുകാരന് പറഞ്ഞാണ് ഉറപ്പാകുന്ന എനിക്ക് വിശ്വാസമില്ല, നമുക്ക് അടുത്തടുത്ത് പോയേക്കാം എന്ന് പറഞ്ഞ് പുള്ളി പറഞ്ഞു, നിനക്കങ്ങനെ നഷ്ടം വരുന്ന കാശ് ഞാൻ തരാം. അപ്പം ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ലക്ഷങ്ങൾ വേണം. അങ്ങനെ എന്താ വെച്ചാൽ സുഹൃത്തുക്കൾ പറഞ്ഞു, നീ ഉറപ്പായിട്ട് മാറും, നീ ഡേറ്റ് നിൽക്കുക, ഞാൻ നിൻ്റെ കൂടുതൽ പുറകിലുണ്ട് എന്ന് പറഞ്ഞ് എന്നോട് അത്ര ഉറപ്പായിട്ട് നിർത്തിയതിൻ്റെ പേരിലാണ് ഞാനാളും സക്സസ് ആയിക്കോട്ടോ. ഈ ഭയങ്കരമായിട്ട് മാറി. ഇത് മറ്റുള്ളവർക്കും പ്രയോജനം ചെയ്യട്ടെ എന്നോർത്താണ് പറയുന്നത്. ശരിയായിക്കോട്ടെ. ഓക്കെ.